നമസ്കാരം. ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോ ഇപ്പോൾ ഇതാ ഒരു പുത്തൻ വാഹനം ഇന്ത്യക്ക് വേണ്ടി പരീക്ഷിക്കുകയാണ്. ഒത്തിരി പ്രത്യേകതകളുള്ള ഈ ഒരു കാർ ഇന്ത്യയിലെത്തിയാൽ പല വമ്പന്മാർക്കും അത് ഭീഷണിയാകും. ഈ കാർ ഏതാണെന്നും ഇത് ഇന്ത്യയിലെത്തുമോ എന്നും ഇന്ത്യയിലെത്തിയാൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നും എന്നുള്ള വിശദാംശങ്ങൾ നോക്കാം. ഇന്ത്യൻ വിപണിയിൽ റെനോ കാറുകളുടെ കച്ചവടം താരതമ്യേന കുറവാണെങ്കിലും വിൽപ്പന ഉയർത്താൻ കമ്പനി പരമാവധി ശ്രമിക്കാറുണ്ട്. ക്വിഡ്, കൈഗർ, അതുപോലെ തന്നെ ട്രൈബർ എന്നീ മോഡലുകൾക്ക് ഈ മാസം കമ്പനി വമ്പൻ കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്നതും വിൽപ്പന ഉയർത്താനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ കൂടെ തന്നെ റെനോയ്ക്ക് ഇന്ത്യയിൽ നല്ല പേര് കൊടുത്ത ഡസ്റ്റർ എന്ന ഐതിഹാസിക SUV തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇതിനിടെയാണ് കമ്പനി ഓസ്ട്രൽ എന്ന ഹൈബ്രിഡ് കാർ ഇന്ത്യയിൽ പരീക്ഷിക്കാൻ തുടങ്ങിയത്. ഇതിൻ്റെ ടെസ്റ്റ് മ്യൂൾ അടുത്തിടെ ചെന്നൈയിൽ വച്ചാണ് സ്പൈ ക്യാമറകളിൽ കുടുങ്ങിയത്. റെനോ നിസാൻ സഖ്യത്തിന് കീഴിൽ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ കാറുകൾ പരീക്ഷണോട്ടം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് ഇതാദ്യമായല്ല. നേരത്തെ റെനോ കൊലിയോസ്, അതുപോലെ തന്നെ റെനോ അർക്കാന, നിസാൻ ആര്യ, നിസാൻ എക്സ് ട്രെയിൻ എന്നിവ ഇത്തരത്തിൽ പരീക്ഷിച്ചിരുന്നു. നിസാൻ ലീഫ്, അതുപോലെ തന്നെ റെനോ കൈഗർ EV എന്നിവയും പരീക്ഷിക്കുന്നത് കണ്ടെങ്കിലും പിന്നീട് ഇവയുമായുള്ള ബന്ധപ്പെട്ട വാർത്തകളൊന്നും പുറത്തു വന്നില്ല. ഓസ്ട്രൽ ഹൈബ്രിഡ് കാറിൻ്റെ ലോഞ്ച് സംബന്ധിച്ച് കമ്പനി ഇതുവരെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. നിലവിൽ ഇതാ ഇന്ത്യയിൽ അവതരിപ്പിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ തന്നെ പ്രയാസകരമാണ്. എന്നിരുന്നാലും ഇന്ത്യയിൽ വമ്പൻ നിക്ഷേപം നടത്തുന്ന റെനോ നിസാൻ സഖ്യം ഡസ്റ്ററിനും ടെറാനോയ്ക്കും പുറമെ ചില പ്രീമിയം വാഹനങ്ങളും പുറത്തിറക്കാൻ തന്നെയാണ് സാധ്യത. നിസാനുമായുള്ള പങ്കാളിത്തത്തോടെയാണ് റെനോ ഓസ്ട്രൽ വികസിപ്പിക്കുന്നത്. ഇവ രണ്ടിൻ്റെയും CMF CD പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വലിയ ക്രോസ് ഓവർ SUV ആണിത്. ഓസ്ട്രലിൻ്റെ വലുപ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 4510 mm നീളവും 1644 mm വീതിയും 2667 mm വീൽ ബേസുമാണുള്ളത്. യൂറോപ്യൻ വിപണികളിൽ ഉണ്ടായിരുന്ന കഡ്ജറിൻ്റെ പിൻഗാമി എന്ന ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഡിസൈൻ്റെ കാര്യം നോക്കുമ്പോൾ റെനോ മികച്ച ലുക്കുള്ള ഒരു കാറാണ്. മുൻവശത്ത് ഗംഭീരമായ റെനോ ലോഗോ, സ്ലീക്ക് LED ഹെഡ്ലൈറ്റുകൾ, C ആകൃതിയിലുള്ള LED DRL, ക്രോം സ്റ്റഡ് ചെയ്ത ഗ്രില്ല്, ലോവർ ഗ്രില്ലിലെ ആരോ ആകൃതിയിലുള്ള എലമെൻറ്റുകൾ, ഷീറ്റ് മെറ്റൽ പ്രൊഫൈലിങ്ങിലെ സ്ട്രൈക്കിംഗ് കട്ട്സും ക്രീസുകളും, അതുപോലെ തന്നെ വീതിയേറിയ റിയർ ഹാൻഡുകൾ, കണക്റ്റഡ് 3D LED ടെയിൽ ലൈറ്റുകൾ എന്നിവയൊക്കെയാണ് പ്രധാന എക്സ്റ്റീരിയർ ഹൈലൈറ്റുകൾ. 12 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീന്, 12.3 ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റേഷൻ സ്ക്രീന്, 9.3 ഇഞ്ച് ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഹർമാൻ ഓഡിയോ സിസ്റ്റം എന്നിവയും ഓസ്ട്രലിൻ്റെ ക്യാബിനിൽ ഉണ്ടാകും. സുരക്ഷയ്ക്കായി അഡാസ് സ്യൂട്ടും 360 ഡിഗ്രി ക്യാമറയും ഉണ്ടായിരിക്കും. 575 ലിറ്റർ ആയിരിക്കും ഈ കാറിൻ്റെ ബൂട്ട് ശേഷി. ഇത് 400V ഹൈബ്രിഡ് സിസ്റ്റമുള്ള 2 kWh ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സജ്ജീകരണം 200 bhp പവർ ഔട്ട്പുട്ട് നൽകുന്നുണ്ട്. അതായത് പെട്രോളിനൊപ്പം ബാറ്ററിയിലും ഈ ഒരു കാർ പ്രവർത്തിക്കും. ഹൈബ്രിഡ് സജ്ജീകരണം ഉള്ളതിനാൽ തന്നെ ഇത് മികച്ച ഇന്ധനക്ഷമതയുള്ള കാർ തന്നെയായിരിക്കും. ഇത് ഇന്ത്യയിലെത്തിയാൽ ജനപ്രിയ ഹൈബ്രിഡ് SUVകളായ മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര, ടൊയോട്ട ഹൈറൈഡർ എന്നിവയ്ക്ക് വെല്ലുവിളിയാകും. ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുമ്പോൾ ഇത് ടാറ്റ ഹാരിയർ, മഹീന്ദ്ര XV700 തുടങ്ങിയ മോഡലുകളോട് നേരിട്ടായിരിക്കും ഏറ്റുമുട്ടുക.